സെബാസ്റ്റ്യൻ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ശക്തികുളങ്ങര ഇടവക. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയ എൻ്റെ ദൈവമാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 4-ാം മാസം 10-ാം തീയതി വന്ന് ആദ്യം ഉടമ്പടി എടുത്തത് എനിക്കിവിടെ അറിയത്തത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പള്ളിയിൽ വെച്ച് പറഞ്ഞ് അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അവൾക്ക് ഒത്തിരിയും നന്മകളുണ്ടായെന്ന്, അവളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്തെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഒത്തിരി സങ്കടത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ച് 15 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അപ്പം എനിക്ക് ശരിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത എൻ്റെ നിസ്സഹാവസ്ഥയിലായിരിക്കുക. അങ്ങനെ ഞാനിതറിയുന്നത്. എൻ്റെ മകൻ ഗൾഫിൽ പോയിട്ട് അവന് ജോലിയൊന്നുമില്ലാതെ വിഷമിച്ച് നടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു 90 ദിവസമാകുമ്പോഴേ വരത്തോളെന്ന് പറഞ്ഞു. ഞാനാണെങ്കിലോ എൻ്റെ മനസ്സങ്ങ് അമ്മയെ കണ്ടോളാൻ വയ്യ, ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നു, ഇവിടെ വരാൻ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച കൊല്ലം ബസ് സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങി. അവിടുന്ന് ഞാനിവിടെ വന്ന് ആദ്യം ഓടി വന്ന് അമ്മേനെ എനിക്കൊരു നോക്ക് കാണണമെന്നായിരുന്നു. ഞാൻ ഓടി വന്ന് അമ്മയെ കണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ കണ്ണ് നിറയെ കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാൻ പോയി ഉടമ്പടി കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എൻ്റെ 6 നിയോഗങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു നേരം, അപ്പം വീട്ടിൽ പോകാൻ നേരമായപ്പം എനിക്ക് അറിയത്തില്ല ഇവിടെ പൈസ ചിലവുണ്ടെന്നൊന്നും. അപ്പം ഞാൻ അത്യാവശ്യം വണ്ടിക്കൂലിക്കുള്ളതുമായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരു 50 രൂപയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളായിരുന്നു. ഞാനിങ്ങനെ കുറേ മുഖങ്ങളെ നോക്കി, എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ നോക്കിയപ്പം എൻ്റെ മോനെപ്പോലെ ഒരു മോൻ അവിടെ നിൽക്കുന്നു വെളിയിൽ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞ് രഹസ്യമായിട്ട്, മോനെ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ കുറവാണ്, എനിക്കൊരു 50 രൂപ തരുമോ മോൻ, അമ്മയ്ക്ക് വീട്ടിൽ പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൻ എനിക്ക് തന്നപ്പോൾ എനിക്കൊരു സംശയം, മോനിനി വണ്ടിക്കൂലിക്ക് പൈസയുണ്ടോ? അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോന് വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടോ? അമ്മയ്ക്ക് തന്നതിന് മോൻ്റെ വണ്ടിക്കൂലിയാണോ? അപ്പം മോൻ എന്നോട് പറഞ്ഞ്, അമ്മയില്ല കിടക്കുന്ന വണ്ടിയിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ ചെന്ന് കയറി ഞാൻ ഉടമ്പടി അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി, മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥന ചൊല്ലി, എൻ്റെ നിസ്സഹാവസ്ഥയോടുകൂടി തന്നെ ഞാൻ ആയിരുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ച് എന്നെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് ഇറങ്ങി വന്ന് മഴ പെയ്യുന്നത് പോലെ കൃപ ചൊരിയാൻ തുടങ്ങി. എൻ്റെ മകന് ജോലിയായി. അവൻ ജോലി ചെയ്യുന്നിടത്ത് പൊന്ന് വാരി കൊടുക്കുന്ന കണക്ക് സമ്പത്ത് കൊടുത്ത് കൈ നിറയെ അവനതെല്ലാം എനിക്ക് അയച്ചു തന്ന് എൻ്റെ കടബാധ്യതകളിൽ മാറി. എനിക്ക് കൊടുക്കാനും കഴിക്കാനും ഒന്നുമില്ലായിരുന്നു. ദരിദ്രമായ അവസ്ഥയായിരുന്നു. അവിടെയെല്ലാം നിറവ് കൊണ്ട് നിറച്ച് എനിക്ക് കൈ നിറയെ ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം വാങ്ങിച്ചു തന്നു. എനിക്ക് കയ്യിലും കഴുത്തിലും കാതിലും എല്ലാം ഇടാൻ പൊന്ന് തന്ന്. വാഹനങ്ങളൊന്നുമില്ലായിരുന്നു, വാഹനങ്ങൾ തന്ന്, അതും വില കൂടിയ വണ്ടി, ഒരു ആക്റ്റീവായും അല്ലാതെ മോന് കോമ്പസിൻ്റെ ഒരു വണ്ടി, അങ്ങനെയെല്ലാം തന്ന്. പുരയിടം വേണമെന്ന് പറഞ്ഞു പള്ളിമുറ്റത്ത്. അപ്പോൾ ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം 200 ലിൻസും കൂടി കൂട്ടി 10 സെൻറ്റ് സ്ഥലവും അമ്മ തന്നു. അതും നല്ല വിലയുള്ള പുരയിടം ശക്തികുളങ്ങര പള്ളിയുടെ അടുത്ത്. അങ്ങനെ അമ്മ ഞങ്ങൾക്കെല്ലാം തന്നു. 1 വർഷം ആകുന്നതിനകത്ത് വെച്ച് ഇതെല്ലാം തന്ന്. എനിക്ക് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ചുരുക്കിയൊക്കെ എഴുതിക്കൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് ഒപ്പിട്ട് മേടിക്കും, ഞാനങ്ങ് പോകും. എന്തോ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ആണോ എനിക്കറിയത്തില്ല, ഭയങ്കരമായ ഒരു പേടി. അതായത് ഇത്രയും സാമ്പത്തിക തകർച്ചയിൽ കിടന്ന ഞങ്ങൾ ഇങ്ങനെ ഉയർത്ത് വന്നത് എനിക്ക് പറയാൻ ഭയങ്കരമായ പേടി. ഇനി മനുഷ്യൻ തെറ്റിദ്ധരിക്കുമോ, എങ്ങനെ ആയിരിക്കും ഒന്നും പറയാൻ വയ്യാത്ത കണക്ക്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പം ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ കാര്യങ്ങൾ
ഞാനതുകൊണ്ട് ആരോട് പറയാതിരുന്നില്ല, മനുഷ്യരോട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ആൾത്താരെ കയറി നിന്ന് പറയാനുള്ള ധൈര്യമോ മനഃശക്തിയോ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഇത്രയും നാളും അത് പറയാതെ തന്നെ നടന്നു. ഇതിനിടയ്ക്ക് വെച്ച് ജീവിത തകർച്ച വന്ന്, തന്നതിനേക്കാൾ ഇരട്ടി സാമ്പത്തിക കടബാധ്യതകളൊക്കെ വന്ന്, അപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാൻ വിഷമിച്ച് കുറച്ച് നാൾ ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലോട്ട് കടന്നുപോയി. അപ്പോഴും ഞാൻ ഇതൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ചോദിച്ചപ്പം പറഞ്ഞ് അത് അസാധുവായി പോയി, ഒരു പുതിയ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ വീണ്ടും 2024 6-ാം മാസം 6-ാം തീയതി ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്ത്. ആ ഉടമ്പടിയിൽ എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അതായത് വിശുദ്ധ ബലി അർപ്പണത്തിന് പങ്കെടുക്കണം, നിത്യബലി പങ്കെടുക്കണം, കുടുംബ പ്രാർത്ഥന ചൊല്ലണം, മാക്സിമം ഇതിൽ പറഞ്ഞിരിക്കുന്നതൊന്നും കൂടാതെ ചെയ്യണം. പിന്നെ മാനുഷികമായ തലത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്ന ചെറിയ കുശുമ്പോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ മനുഷ്യനായിരിക്കെ എനിക്ക് എൻ്റേതായ കുറേ സ്വഭാവങ്ങൾ വന്നിട്ടുമുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ കടന്നുപോയി. ഞാൻ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പത്രം എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ 2-3 ഡേറ്റൊക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പം ഞാൻ റോഡൊക്കെ നടന്ന് കൊടുക്കുമ്പം പറയും ഇത് കിട്ടിയെന്ന് പറയും. അത് കാരണം ഞാൻ ഒക്ടോബർ മാസം 2025 ഒക്ടോബർ മാസം 1-ാം തീയതി തന്നെ ഞാൻ ഓടി വന്ന് വണ്ടി കയറി ഇവിടെ വന്ന് 10 കെട്ടെടുത്ത്. ഞാനിവിടെ വരുമ്പോൾ അച്ഛൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങ് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. ഞാൻ ടൗണിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന് എല്ലായിടത്തും കൊടുത്ത്, ഓട്ടോക്കാർക്കും അങ്ങനെ കടകളിലും എല്ലാം കൊടുത്തിട്ട് ഞാൻ രാത്രിയായപ്പം തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ബലിയർപ്പണം ഞാൻ മുടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 6-ാം തീയതിയും ഞാൻ നിത്യബലിക്ക്, അതായത് അമ്മയുടെ ജപമാല തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് വൈകുന്നേരം വരെയും ബലിയർപ്പണമുണ്ട്. അപ്പം ഞാൻ കൊല്ലത്ത് ബലിയർപ്പണത്തിന് വരുമ്പോഴാണ് എനിക്ക് ഈ അപകടം ഉണ്ടാകുന്നത്. എൻ്റെ ഓട്ടോയിൽ ഒരു തേങ്ങ ലോഡ് വന്ന വണ്ടി വന്ന് ഇടിച്ച് എൻ്റെ ഈ കൈയുടെ ഉടുപ്പ് പൊക്കണമേ, ഉടുപ്പ് പൊക്കണമേ. എൻ്റെ ഈ കൈയുടെ പുറത്തൂടെ ആ ലോഡ് വണ്ടി കയറി എൻ്റെ മസിലും എൻ്റേതായ ഈ കൈയുടെ അകത്ത് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും മുട്ടിന് മേളിലോട്ടും ഈ ഷോളർ വരെയും മുറിഞ്ഞു പോയി, ഓപ്പണായിപ്പോയി. എങ്കിലും പരിശുദ്ധ അന്നേരവും ഞാൻ എൻ്റെ 91-ാം സങ്കീർത്തനം ചൊല്ലിയാണ് ഞാൻ ആ വീഴ്ചയിലും വീഴുന്നത്. അപ്പോഴത്തേനും ഞാൻ നോക്കുമ്പം എനിക്ക് അങ്ങോട്ട് നോക്കാനൊന്നും സാധിക്കുന്നില്ല, കാരണം അവിടെ എന്തോ സംഭവിച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അസ്ഥിക്ക്, ആ വണ്ടിയുടെ വീല് കയറിയെന്ന് പറയുന്ന എൻ്റെ അസ്ഥിക്ക് ഒരു കുഴപ്പവും വരുത്താതെ പരിശുദ്ധ അമ്മ മാതാവും ഈശോയും എല്ലാ വിശുദ്ധരും സർവ്വവിശുദ്ധരും മാലാഖമാരും എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചു എന്ന് ഞാൻ അറിയുന്നു. പിന്നീട് എന്നെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, തിരുവനന്തപുരത്ത്. അവിടെ കൊണ്ടുവന്ന് ആ രാത്രി ഓപ്പറേഷൻ ചെയ്ത്, എന്നിട്ട് തിരിച്ച് വീണ്ടും, കാരണം ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. പിന്നീട് 2ാമത്തെ ഓപ്പറേഷൻ നടത്തി, അതും ക്ലിയർ ആയില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മയുടെ റാലി നടക്കുന്ന ദിവസം പ്രഭാതത്തിൽ ഒക്ടോബർ 25-ാം തീയതി എൻ്റെ 3ാമത്തെ ഓപ്പറേഷൻ നടത്തി. കാരണം എൻ്റെ തുടയിൽ നിന്ന് ആവശ്യമായതെല്ലാം എടുത്തു വെച്ച് മൂടിയാണ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസമായപ്പം എന്നെ അവിടുന്ന് ഡിസ്ചാർജാക്കി. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്നെ കൊണ്ടുപോയി അവിടെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ ഇങ്ങനെയാണ്, ഈ വ്യക്തിക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ട് 21 ദിവസമാകുമ്പം ഈ തുടയിൽ ഓപ്പറേഷൻ ചെയ്ത് വച്ചിരിക്കുന്നിടത്ത് അവിടെ ക്ലിയറായി, അവിടെ അവർ ചെയ്തു വച്ചിരിക്കുന്ന ആ ബാൻഡേജ് എല്ലാം അത് നിലത്ത് വീണെങ്കിൽ മാത്രമേ ഞാൻ സുഖം പ്രാപിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം അല്ല എങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഞാൻ ആസ്പത്രിയിൽ നിന്ന് വരുമ്പോഴേ ഞാനൊരു ശാഠ്യം പിടിച്ചിരുന്നു. എനിക്ക് ജോസപ്പച്ചൻ്റെ കൈവപ്പ് വേണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എന്നെ കൃപാസന അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം, എന്നെ അച്ഛനെ കൊണ്ട് കൈവെപ്പിക്കണം. എന്നാൽ എനിക്ക് അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും. ഇങ്ങനെ തന്നെ ഞാൻ തീർത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ കിടക്കയിൽ. എന്നെ 4 പേര് പിടിച്ചാലേ എനിക്ക് എന്തിനും സാധിക്കത്തുള്ളായിരുന്നു. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേൽക്കാനോ ഒരാൾ പിടിച്ച് എഴുന്നേൽപ്പിക്കാനോ സാധിക്കുന്ന ഒരവസ്ഥയല്ലായിരുന്നു എൻ്റേത്. അങ്ങനെ ആയിരിക്കവേ എനിക്ക് 17 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് 17 ദിവസമായപ്പം എൻ്റെ മക്കൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ജോസപ്പച്ചനെ കാണാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നു. എന്നെ എത്രയും പതുക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏറെ വൈകി. അന്നേരവും ഞങ്ങളുടെ മനസ്സിൽ അൾത്താരയിൽ ജോസപ്പച്ചൻ കാണണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്നപ്പം ആദ്യം ഓടി വന്ന് നോക്കിയത് അച്ഛൻ അൾത്താരയിലുണ്ടോ എന്നാണ്. അപ്പോൾ അച്ഛൻ അൾത്താരയിലുണ്ട്. അത് കണ്ടപ്പം തന്നെ സമാധാനമായി. എൻ്റെ മോള് പോയി കൂപ്പൺ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുത്ത് അച്ഛൻ എന്നെ ഇങ്ങോട്ട് കയറ്റുന്ന സമയത്താണ് ശരിക്കും അച്ഛൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുന്നത്. അച്ഛന് എളുപ്പം തന്നെ ഇരുന്നിടത്തുനിന്ന് ഓടി വന്നിട്ട് ചോദിച്ചു, മോളെ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അച്ഛാ ഇന്ന കണക്ക് അപകടം പറ്റിയതാന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛനോട് ഞാൻ പറയാതെ തന്നെ അച്ഛൻ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ മസിലുകളും എല്ലാം തിരിച്ചു വരട്ടെ. ഞാൻ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം 39 വർഷം ഞാൻ അർപ്പിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ജീവൻ പ്രാപിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇത്രയും എനിക്ക് കൈ ഉയർത്താം. എൻ്റെ ഈ കൈ ഇത്ര മാത്രം സുഖം പ്രാപിച്ചു. അച്ഛൻ പറഞ്ഞു, മോള് വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ ഇന്ന് വന്നതാ സാക്ഷ്യം പറയാനായിട്ട്. എൻ്റെ അച്ഛനിൽ വസിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രിയും ചോദിച്ച്, ആരാപ്പ അച്ഛനിൽ ഇത്രയും ദൈവികത്വം? അപ്പോഴെനിക്ക് മനസ്സിലായി, അച്ഛനല്ലിത്, അമ്മ മാതാവാ. അമ്മ മാതാവ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് അച്ഛൻ വെച്ചപ്പം ഞാൻ ഇത്രയും സുഖം പ്രാപിച്ചത്. അതുവരെ എൻ്റെ ശരീരത്തിൽ നിന്ന് വാട വരുന്നുണ്ടായിരുന്നു, പഴുപ്പിൻ്റെ. അച്ഛൻ ആ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ വിട്ട് ആ രാത്രി പാതിരാത്രിയായപ്പം എൻ്റെ ഈ കെട്ട് തനിയഴിഞ്ഞ് താഴെ പോയി. 17 ദിവസമുള്ളപ്പം 21 ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 21 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകി വന്ന് എൻ്റെ അച്ഛനിലൂടെ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുമ്പം ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും മാപ്പ് ചോദിക്കുന്നു. എനിക്ക് തന്ന മുൻകാലങ്ങളിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ സാക്ഷ്യം പറയാതെ പോയ എല്ലാ അവസ്ഥകളെയും ഓർത്തുകൊണ്ട് ഞാൻ അമ്മയോടും മാപ്പ് ചോദിക്കുകയായി അൾത്താരേ കയറിയെന്ന്. അമ്മ മാതാവ് എനിക്ക് മാപ്പ് തരണേ. ഞാനിപ്പം രക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ നാളെ ആയുള്ളൂ. അപ്പം ഈ നിത്യബലിക്കോ അങ്ങനെയൊന്നും പോകത്തില്ല. പിന്നെ ഇപ്പം 2-3 ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊമ്പസാരം കുർബാനയൊക്കെ തന്നായിരുന്നു. അല്ലാതെ ഒരു പ്രാവശ്യം കൊമ്പസാരിച്ച് ഇപ്പം ഇത്തിരി നേരം ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലും. അല്ലാതെ എന്നെക്കൊണ്ട് ഒത്തിരി ഒന്നും പറ്റത്തില്ല. എന്നാലും എൻ്റെ ഒത്തിരി ഭാഗങ്ങളിൽ എല്ലാ വേദനകളും മാറ്റിത്തന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എനിക്ക് ഇത്രയും വലിയ ഒരാപത്ത് പറ്റി ഞാൻ കിടക്കുമ്പം എൻ്റെ മക്കളെല്ലാം ഓടി വരുമ്പം ടേബിളിലിട്ടേക്കുന്ന ഞാൻ ദൈവമാതാവിനെയും ഈശോയെയും ഈശോ മറിയ ഔസേപ്പിനെയും സർവ്വവിശുദ്ധരെയും എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെ മാത്രം അവർ കണ്ടത്. ഒരിക്കലും ഞാൻ കരയുന്നതായിട്ട് അവർ കണ്ടിട്ടില്ല. എന്നെ കരയിച്ചില്ല എൻ്റെ ഈശോയും അമ്മയും. എനിക്കൊരു വേദനയും വരുത്തിയില്ല. ഞാൻ വേറൊരു അവസ്ഥയിലൂടെ എന്നെ വഴി നടത്തി. അത്രയും വലിയൊരവസ്ഥ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരത്തില്ലെന്നാണ് ഡോക്ടർ പോലും പറഞ്ഞത്. അവിടുന്ന് എനിക്ക് പുതുജീവൻ തന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. മരഞ്ഞാറ്റിങ്കരയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വന്നത് 2022 ജനുവരി 13-ാം തീയതിയാണ്. യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കൃപാസനത്തെ കൂടുതലായിട്ട് അറിഞ്ഞത്. യാദൃച്ഛികമായി നോക്കുമ്പോൾ അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി.
അത് ഞാൻ കണ്ടിന്യൂസ് വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അതെൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ പ്രസംഗം എനിക്കത് ഫീൽ ചെയ്തു. അതിനോട് കൂടെ തന്നെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാനായിട്ട്. അങ്ങനെ എനിക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. പക്ഷേ അതെനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഒത്തിരിയും ദൂരെയാണ്, നെയ്യാറ്റിൻകരയും ആലപ്പുഴ എന്ന് പറയുമ്പോൾ. കാരണം എന്നെ കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു അധികം ദൈവവിശ്വാസമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. ഏട്ടൻ ഒരു CSI സഭ വിശ്വാസിയായിരുന്നു. അപ്പോൾ ഞാൻ കത്തോലിക്ക സഭയും, ഏട്ടൻ കത്തോലിക്ക സഭയിലായിട്ട് മാറിയാണ് എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. പക്ഷേ എന്നെ പള്ളിയിൽ പോകാനൊന്നും അനുവദിക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് വേദനയോടെ ഞാൻ ഒരുപാട് വർഷം കഴിഞ്ഞു. എന്നും വീട്ടിൽ ഇതിൻ്റെ പേരിൽ വഴക്കായിരുന്നു. പലപ്പോഴും ഞാൻ വീടിൻ്റെ പുറത്താണ് കിടന്നുറങ്ങിയിരുന്നത്. പള്ളിയിൽ പോയിട്ട് വന്നാൽ എന്നെ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു. ടെറസിന് മേളിലും പുറത്തും ഒരുപാട് ദിവസം ഞാൻ കിടന്നുറങ്ങി. എൻ്റെ കുട്ടികൾ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കിങ്ങനെ പള്ളിയിൽ പോകണമെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയെടുത്തു. ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാനൊരു ഭാഗ്യം അമ്മ എനിക്ക് തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ നല്ലൊരു മദ്യപാനിയായിരുന്നു. മദ്യപിച്ചിട്ട് സെർവെല്ലാം ചുരുങ്ങി ഏട്ടൻ നടക്കാൻ അധികം പറ്റാതെയായി. കാലിൻ്റെ ബാലൻസ് പോയി. നടക്കുമ്പോൾ ചെരുപ്പ് ഊരിപ്പോയാലൊന്നും അറിയത്തില്ലായിരുന്നു. അത് കാരണം കടയിൽ വന്ന് എപ്പോഴും ഇങ്ങനെ കാൽ നീട്ടിയിരിക്കുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. ആ സമയം ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യം ഏട്ടൻ കേൾക്കത്തക്ക രീതിയിൽ ഞാൻ ഫോണിൽ ഒച്ചത്തിൽ വയ്ക്കുമായിരുന്നു. ഏട്ടനത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനത് ചേട്ടൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് വയ്ക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ അതിനു വേണ്ടി കുറേ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, നമുക്ക് കൃപാസനത്തിൽ പോകാമോ, ഏട്ടൻ്റെ കാലുവേദനയെല്ലാം മാറിക്കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഏട്ടൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, എനിക്കത് മാറിക്കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മാറിക്കിട്ടും, ഞാൻ പോയി ഉടമ്പടി എടുക്കാം. പക്ഷെ ഇവിടെ വരാണ്ട് ക്യാഷ് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്യാം, നമുക്ക് പോകാം, ഏട്ടന് സുഖം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 2022 ജനുവരി 13 ഞങ്ങളിവിടെ വന്നു. വന്നപ്പോഴേട്ടന് കുറേ വിശ്വാസമൊക്കെ വന്നു. അതുവരെ മാതാവിനെയും കത്തോലിക്ക സഭയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനൊക്കെ ചീത്ത പറയുന്നൊരു സ്വഭാവമായിരുന്നു. എൻ്റെ ചേച്ചിയും ഒരു കന്യാസ്ത്രീയാണ്, പക്ഷേ ചേട്ടനൊരു വിലയൊന്നും കൊടുത്തിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ രണ്ടാമത് വെച്ച ഒരു കാര്യമാണ് എനിക്ക് ആദ്യം ലഭിച്ചത്. ഞാനൊരു 11 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം എനിക്കത് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ജനുവരി 13 ഞാൻ ഉടമ്പടി എടുത്തു. ആ മാസം 30 എൻ്റെ മകൻ്റെ ആദ്യ കുർബാന പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വീട് പണി പൂർത്തിയാക്കിയിട്ട് മകൻ്റെ ആദ്യ കുർബാന എടുക്കാനായിരുന്നു എനിക്കിഷ്ടം. എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ മകൻ്റെ ആദ്യ കുർബാന 30 ഇന്ന് 13 ആയിട്ടുണ്ട്. ഈ 17 ദിവസം കൊണ്ട് എനിക്ക് വീട് പണി പൂർത്തിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ച് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. 17 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷില്ല, സമയമില്ല. ആ സമയം ഒരു കോവിഡിൻ്റെ ടൈമായിരുന്നു, എൻ്റെ ലാസ്റ്റ് ഘട്ടമായിരുന്നു. ആ സമയത്ത് ഞാൻ കാത്തിരുന്നു, മാതാവ് എങ്ങനെയാണ് എനിക്ക് മകൻ്റെ ആദ്യ കുർബാനയ്ക്ക് മുന്നേ എൻ്റെ വീട് പണി പൂർത്തിയാക്കി തരുന്നതെന്ന് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആ ആഴ്ചയിൽ ഞാൻ കുർബാനയ്ക്ക് പള്ളിയിൽ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, വീണ്ടും 2 ആഴ്ച ലോക്ക്ഡൗൺ പറയുന്നുണ്ട്, അത് കാരണം ആദ്യ കുർബാന മാറ്റി വെച്ചു എന്ന്. അപ്പോൾ എനിക്ക് വീട് പണിക്ക് ധാരാളം സമയം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഒരാളിൽ നിന്നും കടം വാങ്ങി വെച്ച 20,000 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് വീടിൻ്റെ ഫ്രണ്ടൊന്ന് വൈറ്റ് വാഷ് ചെയ്യാം, അതിന് പറ്റത്തുള്ളൂ എന്ന്. പക്ഷേങ്കിൽ വൈറ്റ് വാഷ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ വീടിൻ്റെ സകല പണികളും പൂർത്തിയാക്കാൻ മാതാവിനെ സഹായിച്ചു. വീട്ടിൽ ഇനി യാതൊരു പണിയില്ല. അത് എൻ്റെ കയ്യിൽ ക്യാഷൊന്നും വച്ചിട്ടല്ല, ബന്ധുക്കളും പരിചയക്കാരൊക്കെ വീട് പണി ചെയ്യുന്നത് കണ്ട് അമ്മ മാതാവ് വഴി എനിക്ക് ക്യാഷ് കിട്ടി. വീടിൻ്റെ പണി പൂർത്തിയാക്കി ജനുവരി 13 ഞാൻ ഉടമ്പടി എടുത്തു.
20-ാം തീയതി വീടിൻ്റെ പണി തുടങ്ങി. ഫെബ്രുവരി ലാസ്റ്റായപ്പോൾ വീടിൻ്റെ പണി തീർന്നു. മാർച്ച് 4-ാം തീയതി അച്ഛൻ വന്ന് വീട് ബ്ലെസ് ചെയ്തു. ഞങ്ങൾ പുതിയ വീട്ടിൽ താമസമായി. അതിനിടയ്ക്ക് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വീടിൻ്റെ പണി നടക്കുന്ന സമയം ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട് പൊളിച്ചിട്ടിരിക്കുന്നത് കാരണം ഞാനും മക്കളും ആ ഷോപ്പിനകത്താണ് രാത്രി കിടന്നിരുന്നത്. ഏട്ടൻ വീട്ടിൽ തന്നെ കിടക്കുമായിരുന്നു. വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, 105 വയസ്സുണ്ട്. ഏട്ടൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും ഏട്ടൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലാക്കും. ഞങ്ങൾ കടയിൽ കിടന്നുറങ്ങും. ഏട്ടൻ പൊളിച്ചിട്ട് വീട്ടിൽ തന്നെയാണ് കിടന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 12 മണി കഴിഞ്ഞ് 1 മണിയോട് അടുപ്പിച്ചായപ്പോൾ ആരോ ഡോറിൽ വന്ന് തട്ടുന്ന ഒരു സൗണ്ട് കേട്ടു. എനിക്ക് പേടിയായി. ഞാനും കുട്ടികളും മാത്രമേ വീട്ടിൽ കടയ്ക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അലറി വിളിക്കുന്നൊരു സൗണ്ടാണ് ഞാൻ കേട്ടത്. ശ്രദ്ധിച്ചപ്പോൾ അത് ചേട്ടനാണെന്ന് മനസ്സിലായി. ഞാൻ വേഗം പോയി കതവ് തുറന്ന് നോക്കി. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഏട്ടൻ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അല്പസമയം ഇരിക്ക്, സമാധാനിക്ക്, പതിയെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാതാവിനെ ഞാൻ കണ്ടു, വീടിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നത് ഞാൻ കണ്ടു, എനിക്ക് പേടിയാകണു. അപ്പം ഞാൻ ചേട്ടൻ സ്വപ്നം കണ്ടതാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഓരോന്ന് ചിന്തിച്ച് ഞാൻ കിടക്കുമായിരുന്നു. ഞാൻ ഉറങ്ങിയില്ല, ഞാൻ കണ്ടതാ. നടന്നു പോകുന്ന വഴിയിൽ മുള്ളുണ്ടായിരുന്നു, 2 സൈഡും കുഴിയുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കത് അറിയത്തില്ല, പക്ഷെ മാതാവ് ഇതുവഴി നടന്നു പോയി, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. പിറ്റേന്ന് മുതൽ ചേട്ടൻ നല്ലൊരു സാക്ഷിയായിട്ട് മാറി. ഒരുപാട് പേരോട് കൃപാസനത്തെക്കുറിച്ച് പറയാനും ഇവിടെ വരണമെന്ന് പറയാനൊക്കെ തുടങ്ങി. അങ്ങനെ തന്നെ പിന്നെ കാലിൻ്റെ മരവിരിപ്പിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി. സ്വന്തമായിട്ടൊരു ജോലിക്കൊന്നും ചേട്ടൻ പോകത്തില്ലായിരുന്നു. പിന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് അത് ഓടാനായിട്ട് തുടങ്ങി. കാലിൻ്റെ മരവിപ്പിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, മോൾക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു. അവൾ +2 കഴിഞ്ഞു. അടുത്തെന്ത് പഠിപ്പിക്കണം എന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ അതിലേക്ക് വേണ്ടി തന്നെ ഞാനിവിടെ വന്നു. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിനടുത്ത്. എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല. അമ്മ തന്നെ എനിക്കൊരു തീരുമാനം എടുത്തു തരണം. എനിക്ക് ഹോസ്റ്റലിൽ വിട്ടൊക്കെ പഠിപ്പിക്കാനൊക്കെ പേടിയാണ്, ദൂരെ വിടാനൊന്നും എനിക്ക് ഇഷ്ടമില്ല. അടുത്ത ഏതെങ്കിലും ഒരു കോളേജിൽ തന്നെ മകൾക്കൊരു അഡ്മിഷൻ തരണമെന്ന് പറഞ്ഞു. മോൾക്ക് B.Pharm അഡ്മിഷൻ കിട്ടി. വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. എനിക്ക് 5 മിനിറ്റ് മതി അവളെ കോളേജിൽ കൊണ്ടാക്കാനായിട്ട്. അവളങ്ങനെ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ മകൻ നല്ലവണ്ണം പഠിച്ച് വന്നതായിരുന്നു. പക്ഷേ അവൻ 6ാം സ്റ്റാൻഡേർഡിലാണ്. ലോക്ക്ഡൗണൊക്കെ വന്നപ്പോഴത്തേനും പഠിത്തത്തിനൊക്കെ നല്ലവണ്ണം ഉഴപ്പി. BSൻ്റെ പേപ്പറൊക്കെ വാങ്ങി നോക്കിയപ്പോൾ അവന് 0 ആയിരുന്നു. ടീച്ചേഴ്സുമാരെന്നും സ്കൂളിൽ പോകുമ്പം പരാതിയായിരുന്നു, മകനൊന്നും പഠിക്കുന്നില്ല. പിന്നീട് അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴും രാവിലെയും പഠിക്കാൻ പോകുമ്പോഴെല്ലാം ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവൻ വളരെ സന്തോഷത്തോടെ പേപ്പർ കൊണ്ട് എന്നെ കാണിച്ചു, അമ്മ 0 കിട്ടിയത്, എനിക്ക് ഫുൾ മാർക്കുണ്ട്. അവനിപ്പോൾ എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങി, അവൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ എന്നോട് പറയണത് അവനൊരു വൈദികനാകണമെന്നാണ് അവൻ ഇപ്പോൾ എന്നോട് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തതായി പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സമാഗമ കൂടാരമായി മാറിയ നിൻ്റെ ജീവിതത്തിൽ പകൽ മേഘത്തണലായും രാത്രി അഗ്നിസ്തംഭമായും ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിലാണ് നമുക്ക് ഈ തിരുവചനങ്ങൾ കാണുവാൻ കഴിയുക. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഓരോ മക്കളും ഇവിടെ വരിക. ബീന എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യം, എങ്ങനെ ആ മകൾ ഇവിടെ എത്തുന്നു, എന്തെല്ലാമാണ് അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ആ മകളുടെ ജീവിതത്തിലേക്ക് ഈശോ കൃപകളായി ചൊരിഞ്ഞത്, ഇതെല്ലാമാണ് നാം കേട്ടത്. 11 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഭവന പണി, അത് ആ ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ, അതൊക്കെ ഈ മകൾ ഉടമ്പടി എടുത്തു പോകുമ്പോൾ പിന്നെ നാം കേട്ടതാണ്. 13-ാം തീയതി ഉടമ്പടി എടുക്കുന്നു, 20-ാം തീയതി വീടിൻ്റെ പണി തുടങ്ങി. ജനുവരി 20-ന് തുടങ്ങിയെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റോടുകൂടി ആ ഭവനം പണി പൂർത്തിയാകുന്നു. ക്യാഷ് ഒന്നും ഇവരുടെ കയ്യിലില്ല. വളരെ തുച്ഛമായ പൈസയാണ് കയ്യിലുണ്ടായിരുന്നത്, അതും കടമെടുത്തതാണ്. എന്നാൽ
യാതൊരു കടബാധ്യതകളുമില്ലാതെ 11 വർഷമായിട്ട് അനക്കമില്ലാതിരുന്ന ആ വീടിൻ്റെ പണി ഇവർക്ക് പിന്നീട് അങ്ങോട്ട് പലരായി ഇവരെ സഹായിച്ച്, അത് പല വഴികളിലൂടെയാണ് ബന്ധുക്കളും മിത്രങ്ങളും അയൽക്കാരും സ്നേഹിതരുമൊക്കെ ആയിട്ട് പിന്നീട് പൈസ ഇവർക്ക് ചോദിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ വീടിൻ്റെ പണി പൂർത്തിയായി. ഇന്ന് പുതിയ ഭവനത്തിൽ നിന്നാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുന്നത്. ടൈം ഷോർട്ടനിങ് എന്നത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. അനേക വർഷങ്ങളായത് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്നുള്ള കാര്യങ്ങൾ, അവിടെയൊക്കെ അമ്മയെ നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അമ്മ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തും. സ്ഥലകാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മയാണ്. അമ്മ പറയുമ്പോൾ ഈശോയ്ക്ക് യാതൊന്നും നിരസിക്കാൻ പറ്റില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല മകനെ എന്ന്. അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഈശോയുടെ സമയമായിട്ടില്ല എന്ന്. അമ്മ വേറൊന്നും പറയുന്നില്ല. ബൈബിളിൽ പരിചാരകരോട് പറയുന്നത് ഇത് മാത്രമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അത്ര മാത്രമേ അമ്മ പറഞ്ഞുള്ളൂ. പിന്നീട് അമ്മ ഒന്നും പറയുന്നില്ല. ഈശോയോട് അവർക്ക് ചെയ്തു കൊടുക്കണമെന്നോ ഒന്നും പിന്നീട് പറയുന്നില്ല. എന്നാൽ തൻ്റെ അമ്മ ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരുമെന്ന് ഈശോ പറയുന്നുണ്ട്. തൻ്റെ അമ്മ വചനമായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവ തിരുമനസ്സിന് പൂർണ്ണമായും വഴങ്ങി കുരിശിൻ ചുവടുവരെ തന്നെ അനുധാവനം ചെയ്യുന്ന തൻ്റെ അമ്മയാണ്. ആ അമ്മ ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങിയ അമ്മ. ആ അമ്മയുടെ ഒരു ആഗ്രഹവും ഒരു മധ്യസ്ഥവും ഈ മകൻ നിരസിക്കില്ല. അങ്ങനെ ഈശോ അത് ഏറ്റെടുക്കുന്നു. അവിടെ ആ വീടിൻ്റെ അഭിമാന പ്രശ്നം, അവർക്ക് അപമാനമായിരുന്നത് അവിടെ ഇല്ലാതാവുകയാണ്. സമൃദ്ധമായി അവിടെ വീഞ്ഞ് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. കൃപകൾ വർഷിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ മകളുടെ ഭവനം പണി പൂർത്തിയായി. തൻ്റെ ആ ഹസ്ബൻഡിനെ എന്തുമാത്രം ദൈവവിശ്വാസവും പിന്നീട് ഇല്ലാതിരുന്ന വ്യക്തി പിന്നീട് എങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നു, അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് ഉടമ്പടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അംശം തന്നെയാണ്. ആ മകന് അമ്മയുടെ ദർശനമുണ്ടാകുന്നു. അതോടുകൂടി ആ മകൻ അതുവരെയും കൃപാസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെക്കുറിച്ചോ ഒരു പോസിറ്റീവ് മനസ്സുണ്ടായിരുന്ന വ്യക്തിയല്ല. എന്നാൽ അമ്മ വന്നു കഴിയുമ്പോൾ ആ മകൻ പുതിയൊരു വ്യക്തിയായി മാറുകയാണ്. സമരിയാക്കാരി സ്ത്രീയെ പോലെ ആ മകൻ ഓടി നടന്ന് പ്രഘോഷിക്കുകയാണ്, കൃപാസനത്തിൽ പോകണം, അമ്മ വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നു. അങ്ങനെ അമ്മ കൊടുത്ത കൃപകൾ, ഈശോയിലൂടെ അമ്മ വർഷിച്ച കൃപകൾ, ഇതെല്ലാം പിന്നീട് അങ്ങോട്ട് പ്രഘോഷിക്കാൻ തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് നാം കേട്ടത്. അതുപോലെ ഈ മകളുടെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യം, ഇതെല്ലാം നാം കേട്ടു. നമുക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളിലും കൺഫ്യൂഷനിലും നമുക്ക് താങ്ങായി തണലായി ഉള്ളത് പരിശുദ്ധ അമ്മയാണ്, ഈശോയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഒന്നുകൂടെ ദൃഢകരമാക്കാം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.